ദിവ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തവുമായ ആധിപത്യവും അവിടുത്തേക്കുള്ളതാണ്. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം പുതുമഴയായി പെയ്തിടും ഈ നിമിഷം, മനസ്സിൽ കുളിരകയായി തീർന്നിടും ഈ സമയം. നവമാ ചൈതന്യമായി ഒഴുകിയിടും തിരുവചനം. Hallelujah, 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 hallelujah. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19 വാക്യങ്ങൾ 16 മുതൽ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കുവാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി, കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കൂട്ടായ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് നാം ഇന്ന് ഈ ഭവനത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള ദിവ്യബലി. ജീവിതത്തിൽ ധാരാളം കൃപകൾ സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ആരുടെയെങ്കിലും മേന്മ കൊണ്ടല്ല, മറിച്ച് ദൈവം ദാനമായി നമ്മളിലേക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവിടുന്ന് വർഷിക്കുന്നത് കൊണ്ടാണ് ഇവയെല്ലാം സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുക. അതുകൊണ്ട് ജീവിതത്തെ ഒരു സ്തുതിയുടെ ജീവിതമായിട്ട് എന്നും മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഈശോ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ജീവിതം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതും നാം ഇഷ്ടപ്പെടുന്നതുമായ ഓരോ കാര്യങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ കൃതജ്ഞതയുടെ ബലിയായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ലോകം ഇപ്പോൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നലെ കണ്ട ഒരു ലോകമല്ല ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. ഇന്നലെ കണ്ട മനുഷ്യരുമല്ല ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. ലോകത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനും വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു.
ലോകം ആധുനികതയിലേക്കും അതോടൊപ്പം തന്നെ പുതിയ ജീവിത ശൈലിയിലേക്കും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ആഗോളവൽക്കരണത്തിലേക്കും ആധുനികവൽക്കരണത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ആധുനികതയ്ക്കും ആഗോളവൽക്കരണത്തിനും വിധേയപ്പെട്ടുകൊണ്ടാണ് അവൻ ജീവിക്കുക. എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് ചോദിക്കുവാനായിട്ടുള്ളൂ. നമ്മുടെ ഒരു ചെറിയ സമൂഹമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുക. നമ്മൾ ഇത്രയും നാളും ഈ ലോകത്തിൽ ജീവിച്ചല്ലോ. ഈ ലോകത്ത് ജീവിച്ചിട്ട് നമ്മൾ സംതൃപ്തരാണോ? ഇവിടെ കുട്ടികൾ വളരെ കുറവ് പേരേ ഉള്ളൂ, മുതിർന്നവർ ധാരാളം പേരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഒരേ ഒരു ചോദ്യം, ഇത്രയും നാളും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മൾ സംതൃപ്തരാണോ? പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരേ ഒരു ഉത്തരമേ പറയാനായിട്ടുണ്ടാവൂ. ആ ഉത്തരം എന്ന് പറയുന്നത്, ഇത്രയും നാളും ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഞങ്ങൾ ആരും തന്നെ സംതൃപ്തരല്ല. അതിന് നമ്മുടേതായിട്ടുള്ള ന്യായീകരണങ്ങളും നമുക്ക് കൊടുക്കുവാനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് സംതൃപ്തനല്ല എന്ന് ഞാൻ പറയുന്നത്? ചിലരെ സംബന്ധിച്ചിടത്തോളം ഏറെ കാര്യങ്ങൾ നേടുവാനും സമ്പാദിക്കുവാനുമായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചും അവർ സംതൃപ്തരല്ല. കാരണം ഇനിയും തൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കുവാനും സമ്പാദിക്കുവാനും തനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ സംതൃപ്തനല്ല. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും ഈ ഭൂമിയിൽ ജീവിച്ചു, ഒന്നും തന്നെ നേടുവാനോ സമ്പാദിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്താണ് എൻ്റെ പ്രതീക്ഷ? ഇനിയുള്ള കാലം എൻ്റേതാണ്. നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ല. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും കഠിനാധ്വാനവും കൊണ്ട് ഇനി കൂടുതൽ നന്മകൾ നേടിയെടുക്കുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നവർ. മൂന്നാമത്തെ കൂട്ടരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും ഈ ഭൂമിയിൽ ജീവിച്ചു, ഒന്നും തന്നെ നേടിയിട്ടില്ല, സമ്പാദിച്ചിട്ടില്ല. പക്ഷെ ഇനി എന്തെങ്കിലും നേടുവാനോ സമ്പാദിക്കുവാനോ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ല. അവർ സഞ്ചരിക്കുന്ന ലോകമെന്ന് പറയുന്നത് നിരാശയിലാണ്. ആരോടും ഒരു ഉത്തരവാദിത്വമില്ല, ദൈവത്തോട് വിശ്വസ്തതയില്ല, താനായിരിക്കുന്ന കുടുംബത്തോട് വിശ്വസ്തതയില്ല, ഒരുപക്ഷെ കുടുംബത്തിലെ മക്കളോടും ഭാര്യയോടും ഒരു വിശ്വസ്തതയോ ഉത്തരവാദിത്വമോ ഇല്ലാതെ നിരാശയിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യർ. ഇവിടെ വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് വളരെ യുക്തമായ ഒരു കാര്യമാണ്. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തെ മറന്ന് ലോകത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ. എന്തൊക്കെയോ നേടുവാനായിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു ആ മനുഷ്യൻ. പക്ഷേ താൻ നേടിയതും സമ്പാദിച്ചതും ഒന്നും തൻ്റെ ആത്മാവിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി ഒരു ദിവസം മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ട മോനിക്കയുടെ സ്വന്തം മാതാവിൻ്റെ 16 വർഷക്കാലത്തെ കഠിനമായ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും ഫലമായിട്ട് വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടു. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നാം ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കണം: ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിന്നിൽ അലിഞ്ഞു ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അസ്വസ്ഥതയ്ക്ക് കാരണമായി തീരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, സമ്പാദിക്കുവാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവാത്മാവുമായിട്ട് ഒന്നായി ചേരുവാൻ എനിക്ക് കഴിയാതെ വരുന്ന സാഹചര്യത്തെ ഓർത്തായിരിക്കണം എൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥത എന്ന് പറയുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ഇനിയും നാം ദൈവത്തിങ്കിലേക്കാണ് യാത്രയാകേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനമാണ്. ആ തീർത്ഥാടനം സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനം. ഈ തീർത്ഥാടനത്തിന് ഫലമുണ്ടാകുവാൻ, ആ തീർത്ഥാടനം ഫലദായകമാകുവാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിനെ പോലെ നാമും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു: ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചു, നിന്നിൽ അലിഞ്ഞു ചേരുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും ദൈവാത്മാവിനാൽ ഒന്നായി ചേരുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ ജീവിതം വ്യർത്ഥമാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ജീവിതത്തിന് ഫലമുണ്ടാകുവാനും അതിന് സംതൃപ്തി ഉണ്ടാകുവാനും സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മൾ ഓരോരുത്തരും യാത്രയാവുക. അഗസ്തീനോസ് തന്നെ നമ്മെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്: ഭൂമിയിൽ നിനക്ക് വിശുദ്ധനായി ജീവിക്കാൻ
കഴിയണമെന്നുണ്ടെങ്കിൽ നീ രണ്ട് കാര്യത്തെക്കുറിച്ച് ഓർക്കുക. ഒന്നാമത് സ്വർഗത്തെക്കുറിച്ച് ഓർക്കണം, രണ്ടാമത് നിന്റെ മരണത്തെക്കുറിച്ച് നീ ഓർക്കുക. കാരണം ഈ ഭൂമിയിൽ നീ വെറും കുടികിടപ്പുകാരനാണ്. നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് സ്വന്തമെന്ന് പറയുവാനായിട്ട് എന്താണ് ഉള്ളത്? ഞാൻ നൽകിയതും ഞാൻ ദാനമായി നൽകിയതുമല്ലാതെ എന്താണ് നിനക്ക് സ്വന്തമായിട്ടുള്ളത്? അതുകൊണ്ട് നീ ഓർക്കുക, ഈ ഭൂമിയിലെ വെറും കുടികിടപ്പുകാരനാണ്. നിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് പൂർത്തിയാക്കി നീ എൻ്റെ പക്കലേക്ക് വരിക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പക്കലേക്ക് സഞ്ചരിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഐശ്വര്യം എന്ന വാക്ക് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്താണ് ഐശ്വര്യം? ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഐശ്വര്യമുള്ള വ്യക്തിയാണ്. ചില കുടുംബത്തെ കാണുമ്പോഴും നമ്മൾ പറയും ഐശ്വര്യമുള്ള കുടുംബമാണ്. വ്യക്തികളെ കണ്ടുകൊണ്ട് നാം പറയുന്നതിന് കാരണം ഒരുപക്ഷേ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയായിരിക്കാം. അതുമല്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന നീതിയുടെയും മൂല്യത്തിൻ്റെയും സത്യസന്ധതയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ആ വ്യക്തിയെ ഐശ്വര്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ ഓരോരുത്തരും കാണുക. ചില കുടുംബങ്ങളെ കാണുമ്പോൾ നമ്മൾ പറയും ഐശ്വര്യമുള്ള കുടുംബമാണ്. എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങളെ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയുക ഐശ്വര്യമുള്ള കുടുംബമാണെന്ന്? മാതാപിതാക്കളും മക്കളും ഹൃദയ ഐക്യത്തിൽ, സന്തോഷത്തിൽ, പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകുമ്പോൾ അസൂയയോടെ മാറി നിന്നുകൊണ്ടായിരിക്കും നമ്മൾ പറയുക ആ കുടുംബം ഐശ്വര്യമുള്ള കുടുംബമാണ്. ചിലപ്പോൾ നമ്മൾ തമാശയ്ക്കായിട്ടാണെങ്കിലും പറയും മക്കളെ കണ്ടാൽ അറിയാം അവൻ്റെ മാതാപിതാക്കളുടെ സ്വഭാവമെന്ന്. നമ്മൾ പറയാറില്ലേ മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുകയില്ലെന്ന്. പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വഭാവ സവിശേഷതകൾ മക്കളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ കൂടെയുള്ള അവസ്ഥയാണ്. ഒരു വ്യക്തിയുടെ കൂടെ ഈശ്വരന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ വ്യക്തി ഐശ്വര്യമുള്ള വ്യക്തിയാണ്. ഒരു കുടുംബത്തിൽ ഈശ്വരന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ കുടുംബം ഐശ്വര്യമുള്ള കുടുംബമാണ്. നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക, എന്നെ കണ്ടാൽ ആരെങ്കിലും പറയുമോ ഞാൻ ഐശ്വര്യമുള്ള വ്യക്തിയാണ്? എൻ്റെ കുടുംബത്തിൻ്റെ ജീവിത ശൈലി കണ്ടുകൊണ്ട് ആരെങ്കിലും പറയുമോ എൻ്റെ കുടുംബം ഐശ്വര്യമുള്ള കുടുംബമാണെന്ന്? നമ്മൾ ഇന്ന് ഈ ഫാമിലി യൂണിറ്റിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യാത്രയാവുക. ഐശ്വര്യമുള്ള കുടുംബമായി, ഐശ്വര്യമുള്ള വ്യക്തിയായിട്ട്, അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള എൻ്റെ പ്രയാണം ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയാൽ സമൃദ്ധമായി അനുഭവിച്ചും അനുഗ്രഹിച്ചും ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കുറവുകളെ പരിഹരിക്കുവാൻ സന്നദ്ധനായ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. നിന്റെ തെറ്റുകളെ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. അത് പരിഹരിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള കൃപ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ധാരാളമായിട്ട് നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട ജനവുമായിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് യാത്രയാകാം. അപ്രകാരം നമ്മുടെ യാത്രയ്ക്ക് ഫലമുണ്ടാകുവാനും അത് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലമുണ്ടാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതായിരിക്കട്ടെ. ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ഈ ബോധ്യത്തോടുകൂടി നമുക്ക് ഈ വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള ജീവിതത്തിലും നമുക്ക് ഓരോരുത്തർക്കും വ്യാപരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ഒന്നാമൻ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ആലഞ്ചേരി മെത്രാപ്പൊലിത്തയെയും മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും തോമസ് മെത്രാനെയും മറ്റു മെത്രാന്മാരെയും അവരുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക.
അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും എന്നരുൾ ചെയ്ത നാഥ, പലവിധ രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ വേദനയിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാഥ, സൗഖ്യദായകമായ കരങ്ങളാൽ അവർക്ക് സൗഖ്യം നൽകി അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങളെ നയിക്കുന്നതിനായി ഒരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അയക്കും എന്നരുൾ ചെയ്ത നാഥ, ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി അങ്ങ് അയച്ചിരിക്കുന്ന ഞങ്ങളുടെ വികാരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും ഏറെ പ്രത്യേകമായി ഞങ്ങളോടൊപ്പം ഇന്ന് ബലിയർപ്പിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട തോമസ് മങ്ങാട്ടച്ഛനെയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും അനേകരിലേക്ക് അങ്ങയുടെ സുവിശേഷം പകർന്നു കൊടുക്കുവാനും അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് അരുൾ ചെയ്ത നാഥ, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പ്രത്യേകമായി ഞങ്ങളുടെ 1-ാം യൂണിറ്റിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയ എല്ലാ ആത്മാക്കളെയും അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു. അവരുടെ കടങ്ങളും പാപങ്ങളും പൊറുത്ത് സ്വർഗത്തിൽ അങ്ങേ മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ നിരന്തരം അങ്ങേക്ക് സ്തുതി പാടുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസം വഴി ഞങ്ങളിലേക്ക് പലവിധ അനുഗ്രഹങ്ങൾ വർഷിച്ച ദൈവമേ, ഈ വർഷം തിരുസഭ വിശ്വാസ വർഷമായി ആചരിക്കുമ്പോൾ ഞങ്ങളിലുള്ള വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരിലേക്ക് പകർത്തുവാനും അവർക്ക് മാതൃക നൽകുന്ന വിധത്തിൽ വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അളവറ്റ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ പരസ്പര ധാരണയില്ലാതെ സ്നേഹവും സഹകരണവും ഇല്ലാതെ സംശയരോഗത്താലും മറ്റു പല കാരണങ്ങളാലും കുടുംബത്തിൽ സമാധാനമില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ശാന്തിയും സമാധാനവുമായി അങ്ങ് കടന്നു ചെന്ന് തിരുക്കുടുംബ മാതൃകയിലൂടെ അവരെ മുന്നോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനത്താൽ അങ്ങേ ദാസനായ സോളമനെ നിറച്ച നല്ല ദൈവമേ, പരീക്ഷകൾ എഴുതി ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അവർ പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഇടയിൽ അധിവസിക്കുന്നുണ്ട്, അവരോടൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും വ്യാപരിക്കുക. എല്ലാവരുടെയും കുടുംബങ്ങളിൽ സമാധാനം, സന്തോഷം, സംതൃപ്തി, വിശുദ്ധി, ആത്മീയ ചൈതന്യം ഇവയെല്ലാം ഉണ്ടാകുവാൻ ദൈവ സാന്നിധ്യത്താൽ എല്ലാ കുടുംബങ്ങളും നയിക്കപ്പെടുവാനായിട്ട് നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായേ, നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബല ജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിറയുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലി. ഹൃദയപൂർവം ഞാൻ
ഹൃദയതാളമേകിട ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാത്തേ നിൻഹിതം പോലെ. കാഴ്ചയായി നൽകാം ശക്തി നൽകണമേ. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയായി സർവവും നിൻ തിരുബലി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അതുപോലാത്മജനും ദിവ്യരുക്കായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ